സന്തോഷത്തിൻ്റെ പൂർണ്ണത. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുതന്നെ ഒരു സന്തോഷമുള്ള വാർത്തയല്ലേ? നിങ്ങൾ സന്തോഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ? ഞാൻ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരിപ്പോൾ ഈ ഭൂമിയിലുണ്ട്? എനിക്ക് 3 കൊച്ചുമക്കൾ ഉണ്ട്. ഞാൻ അവരെ കാണുമ്പോഴും അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ പലവിധ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുമൊക്കെ അപ്രകാരമായിരിക്കുമല്ലോ. മക്കളെയും കൊച്ചുമക്കളെയും സന്തോഷിപ്പിക്കണമെന്ന് പേരൻസിന് ആഗ്രഹമുണ്ട്. വിശേഷാൽ കൊച്ചുമക്കളെ. കുറച്ചുകൂടെ വിശേഷാൽ പ്രായം കുറവുള്ള സമയങ്ങളിലാണ് അവരെ സന്തോഷിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണത് ഈസിയായിട്ട് നടക്കുന്നത്. കാരണം അവർക്ക് നമ്മളെയാണ് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മളിൽ അവർ സന്തോഷിക്കുന്നത്. നമ്മളോടുള്ള അവരുടെ അന്ധമായ വിശ്വാസവും സ്നേഹവുമാണ് നമ്മൾ ചിരിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവർ സന്തോഷിക്കുവാൻ കാരണം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ആഗ്രഹം അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ. അതിന് നമ്മൾ അവരെ എടുത്ത് മുകളിലേക്ക് പൊക്കിയിടുകയും വീണ്ടും പിടിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും അവരെ ഈക്കിളിപ്പെടുത്തുകയും അവർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ സന്തോഷം ഇരട്ടിയാക്കാനാണ്. അങ്ങനെ അവരുടെ സന്തോഷം ഇരട്ടിയാക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു വൈകാരികതയാണ്. ഈ വാക്യത്തെ അങ്ങനെ നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ മനസ്സ്, നമ്മുടെ സന്തോഷം അവന് സന്തോഷമാണ്. നമ്മുടെ സന്തോഷം ഇരട്ടിയാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇതിനുള്ള മാർഗം അവനിലുള്ള നമ്മളുടെ വിശ്വാസവും ബോധ്യവുമാണ്. ആമേൻ, ആമേൻ, ആമേൻ.